എൻ്റെ 18-ാം വയസ്സ് മുതൽ സ്വന്തമായി സമ്പാദിക്കാൻ തുടങ്ങിയ വ്യക്തിയാട്ടോ ഞാൻ. അന്ന് ഞാൻ ജോലി ചെയ്തത് തുടർ പഠനത്തിനും ഒരു നേരത്തെ അന്നത്തിനും വേണ്ടിയായിരുന്നെങ്കിലും ആ ജീവിതശൈലി എൻ്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിൻ്റ് ആയി എന്ന് തന്നെ പറയാം. പണ്ട് കൊറോണ കാലത്ത് എല്ലാവരും അവരവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടപ്പോൾ മുതലാണ് ഞാനും ബേക്കിംഗ് എന്ന ഫീൽഡിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഇടയ്ക്ക് എവിടെയോ വെച്ച് അവസാനിച്ചു പോയ എൻ്റെ അധ്വാന ജീവിതത്തെ വീണ്ടും മെച്ചപ്പെടുത്താൻ അവസരം കിട്ടിയപ്പോൾ ആ അവസരത്തെ തട്ടിമാറ്റാൻ കഴിഞ്ഞില്ല. സ്വന്തമായിട്ട് ചെറിയ വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ പിന്നെ പറയും വേണ്ട. ചെറിയൊരു മൊബൈൽ റീചാർജിൽ തുടങ്ങി ഇന്നിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മെഷീനറീസിൽ ഒരു എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒറ്റ പരിശ്രമം കൊണ്ട് മാത്രം കേട്ടോ. ആരെയും ബുദ്ധിമുട്ടിക്കാതെയുള്ള ജീവിതം വേണമെന്നുള്ള വാശി കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം എന്നിലേക്ക് പടച്ചു എത്തിച്ചു വന്നു. അതിനിടയിൽ ഒരുപാട് പരീക്ഷണങ്ങളും തകർച്ചകളും ഈ പറയുന്ന പടച്ചു എനിക്ക് തന്നു കേട്ടോ. ജീവിതം എന്നത് ഒരു തകർച്ചയും തളർച്ചയിലും സ്റ്റെക്കാവാനുള്ളതല്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ നിന്നൊക്കെ വീണ്ടും ഉയർന്നു വന്നു. തുടക്കം മുതലേ ഈ പേജ് ഇവിടെ തന്നെ ഉണ്ടെങ്കിലും ഒരു അനക്കവും ഒച്ചയും ഒന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് തോന്നുന്നു 10 മാസങ്ങൾക്ക് മുന്നേ ഞാനിവിടെ എൻ്റെ ഒരു കുഞ്ഞു ബിസിനസ്സിലെ ഭാഗമാക്കി. പലരും എന്നോട് പറഞ്ഞിരുന്നു, എന്തിനാ നീ ഇങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത്, കിട്ടിയോ നോക്കണില്ല എന്നൊക്കെ. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നെങ്കിലും ആ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തി കൊടുക്കാതെ വീണ്ടും ഞാൻ യാത്ര തുടർന്നു. ഇന്നിപ്പോൾ അൽഹംദുലില്ലാ ഞാൻ ഒരുപാട് വലിയ ആളെന്ന് ആയില്ലെങ്കിലും ഞാൻ എന്തൊക്കെയാണെന്ന് എനിക്ക് തോന്നിയത് എൻ്റെ കുഞ്ഞു സംരംഭം കൊണ്ടാട്ടോ. ഇന്നിപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവർക്കൊരാവശ്യം വന്നാൽ എന്നാൽ കഴിയാവുന്ന വിധത്തിൽ എനിക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും ഈ ജോലി കൊണ്ട് മാത്രമാണ്. എൻ്റെ ഈ കുഞ്ഞു യാത്രയിലെ നല്ലതും ചീത്തതും അതിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അത് പുറത്തു പോയി തന്നെ ആവണമെന്നില്ല. വീട്ടിലിരുന്നാണെങ്കിലും നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്ന 1 രൂപയ്ക്കാണെങ്കിലും അതിൻ്റേതായ വിലയുണ്ട്.